ഇയാള് മകനാ അച്ചു. താനല്ലേ രാവിലെ വഴിയിലോ? അതെ, വഴിയില്. അവിടെ റോഡ് പണി നടക്കായിരുന്നേ അച്ഛാ. അതുകൊണ്ട് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് മറ്റേ സൈഡിലൂടെ മാത്രമാണ് വണ്ടികൾ വിട്ടിരുന്നത്. സിഗ്നൽ കിട്ടി ഞാൻ വണ്ടി എടുത്തപ്പോ എതിർവശത്തോടെ സിഗ്നൽ തെറ്റിച്ച് വേറൊരു വണ്ടി. മുഴുവൻ ബ്ലോക്കായി തിരുമേനിയുടെ കാറ് കാരണം. പിന്നെ പുരോഹിതനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ റിവേഴ്സ് എടുത്തു. അത്രേ ഉള്ളൂ അല്ലേ? മാധവ, ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തു. ചക്രവ്യൂഹം ഭേദിക്കാൻ ഇവൻ മതി. ഇവനാണ് തൻ്റെ അഭിമന്യു. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാൻ തനിക്ക്. നിസ്സാരായിട്ട് മനസ്സിലായില്ലല്ലേ? ഇല്ല. കാര്യം ക്രിസ്തീയ പുരോഹിതനാണെങ്കിലും ജ്യോതിഷത്തിലും ഭാരതീയ തത്വചിന്തയിലൊക്കെ വലിയ താല്പര്യം എനിക്ക്. ആ താല്പര്യമാണ് ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്. ഇയാളുടെ ജാതകത്തിൽ ഇപ്പോ അഷ്ടമത്തിലാ വ്യാഴം. ശനി ജന്മത്തിലും. നടക്കാൻ പാടില്ലാത്ത പലതും നടക്കും. ആകാശം ഇടിഞ്ഞ് തൂങ്ങും. ഇടിയും പേമാരിയും കൊടുങ്കാറ്റും വരും. അന്നേരം നോഹയുടെ പേടകം പോലെ ചന്ദ്രഗിരിയെയും മാധവനെയും രക്ഷിച്ചു നിർത്താൻ കൂടെ തന്നെ വേണം താൻ. മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരുപാട് കാലം പഠിച്ചിരുന്നെങ്കിലോ. തിരുമേനി എന്തൊക്കെയാ പറയുന്നേ? കുന്തം എവിടെ? അവള് ലച്ചു, അവളോട് ചോറെടുത്ത് വെക്കാൻ പറ. നല്ല വിശപ്പ്.